ഹലോ ഗൈസ്, നമ്മളിന്നൊരു വെജ് നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെജ് ഹക്ക നൂഡിൽസിന്റെ ഒരു പാക്കറ്റാണ് എടുത്തേക്കുന്നത്. 450 ഗ്രാമിന്റെ പാക്കറ്റാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുക്കുന്നുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ഒരു സവാള, പിന്നെ കോൺ അല്ലെങ്കിൽ ചോളം. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുന്ന നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. കനം കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം ക്യാരറ്റും കട്ട് ചെയ്തു, ക്യാബേജും കട്ട് ചെയ്തു. പിന്നെ ഈ ക്യാപ്സിക്കം ഇതിനകത്ത് കാണിക്കുന്ന പോലെ ആ സീഡ്സ് ഉള്ള ഭാഗം കളയാൻ വേണ്ടിയിട്ട് അതിന്റെ സൈഡ്സ് ഇങ്ങനെ അകത്തി കൊടുത്തിട്ട് അത് പൊക്കിയെടുത്താൽ മതി. അപ്പൊ ആ കുരുള്ള ഭാഗം അങ്ങനെ തന്നെ വന്നോളൂ, കുരു ഒന്നും വീഴത്തില്ല. അത് നമ്മൾ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ ചോളം ഇടുന്നുണ്ട്. ആദ്യം നമ്മൾ കുക്കറിനകത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കും. ഇപ്പം നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നൂഡിൽസ് ഇട്ടിട്ട് കുറച്ച് നാരങ്ങാ നീരും അതുപോലെ എണ്ണ ഒഴിച്ചായിരുന്നു. അതിനകത്ത് മിസ്സായിപ്പോയി. എണ്ണയും ഉപ്പും കൂടി ഇട്ട് നമ്മൾ വേവിക്കും. കുറച്ച് നേരം വേണം ഇതൊന്ന് വെന്ത് വരാൻ, വളരെ കുറച്ച് നേരം മതി. അത് വേവിക്കാൻ വെച്ച ടൈമിൽ തന്നെ നമ്മൾ കോണും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കോണും ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടേ. നൂഡിൽസ് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുവാണ്. ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ക്യാബേജ് ഇട്ടു, പിന്നീട് ക്യാരറ്റ് ഇട്ടു, പിന്നീട് ക്യാപ്സിക്കം ഇട്ടു. ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാബേജ് നമ്മൾ വേവിച്ചില്ലായിരുന്നു. ക്യാരറ്റും ക്യാപ്സിക്കവും നമ്മൾ ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ ഉപ്പിട്ടു, കുരുമുളക് പൊടി ഇട്ടു, എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കോൺ ഇട്ടു. അതിനുശേഷം സോയാ സോസും ടൊമാറ്റോ സോസും ഇട്ടു. അതിനുശേഷം നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് ഇളക്കുക. ഓൾമോസ്റ്റ് പണി കഴിഞ്ഞു. അത് നല്ലതായിട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. ആയി. ചുമ്മാ ഇരിക്കുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ കുറച്ച് വെജിറ്റബിൾസിന്റെ ബാക്കി ഉണ്ടായിരുന്നു. വേവിച്ച് വെച്ചിരുന്ന കോണ്, കുറച്ച് സവാള, തക്കാളി, മല്ലിയില, പിന്നെ എന്തുവായിരുന്നു, കുറച്ച് കുക്കുംബർ, അത്രയും കൂടി ഇട്ട് ഉപ്പ് ഇട്ട് ഒരു ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് ഒരു സാലഡ് ഉണ്ടാക്കി. പിന്നീട് നമ്മൾ അതിനകത്ത് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതെല്ലാം വിളമ്പി കഴിഞ്ഞ് ലാസ്റ്റിലായിരുന്നു നമ്മൾ തൈര് ഒഴിച്ചത്. എന്നിട്ട് നമ്മൾ അതൊരു പ്ലേറ്റിലോട്ട് എടുക്കുവാണ്. നൂഡിൽസ് ഇട്ടു, സാലഡ് സൈഡിലിട്ടു. പിന്നെ നമുക്ക് കുറച്ച് പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്ത് അതും കൂടെ സൈഡിൽ വെച്ചിട്ട് കഴിച്ചു. ബൈ.